ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഒരു ആമസോണിൻ്റെ ബോക്സാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ ഇത് ഒരെണ്ണം വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ടെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. ഇത് നോർമലി പെണ്ണുങ്ങൾക്ക് മാത്രം എന്നുള്ളതാണ് ഗവൺമെൻറ്റും എല്ലാവരും പറയാറ്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമുക്കും ഒരെണ്ണം ഇത് വാങ്ങിച്ചു വെക്കേണ്ടത് ആവശ്യകത ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എന്താണ് ഇതിനുള്ളിലുള്ളത്. ഇതാണ് ഒരു റെഡ് കോപ്പ് പെപ്പർ സ്പ്രേ ആണിത്. നമുക്ക് ലോങ് ഡ്രൈവിനൊക്കെ പോണ നേരത്ത് ഇൻ കേസ് നമ്മുടെ കാറിനുള്ളിൽ വെപ്പൺസ് ഒന്നും വെക്കാതിരിക്കുന്നതാണ് നല്ലത്. ഗണ്ണ്, ഷോർട്ട് ഗൺസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതാണ് കുറച്ചുകൂടി ബെറ്റർ. ഇനി ഇതിൻ്റെ തന്നെ ഗണ്ണ് യൂസ് ചെയ്യുന്ന CO2 യൂസ് ചെയ്യുന്ന പെപ്പർ സ്പ്രേസ് ഉണ്ട്. അത് യൂസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ പലപ്പോഴും എന്താ പ്രശ്നം ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ എയർ ഗൺ ആണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ കാറിൻ്റെ കയ്യിൽ നിന്ന് പോലീസുകാർ കണ്ട് അത് എങ്ങാനും സീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കൂടുതലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നീട് നമ്മൾ അതിൻ്റെ പിന്നാലെ നടക്കേണ്ടേക്ക് വരും, തെളിയിക്കേണ്ടി വരും നമ്മുടെ ഗണ്ണ് എയർ ഗണ്ണായിരുന്നു മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഏറ്റവും ബെസ്റ്റ് ഇതേപോലത്തെ ഒരു സ്പ്രേ യൂസ് ചെയ്യുക. ഇത് എല്ലാ സമയത്തും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇത് വാങ്ങിച്ചു വയ്ക്കുന്നത്. വളരെ നമുക്ക് ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻ വരികയാണെങ്കിൽ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. അതായത് നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ കുറേ നൈറ്റ് ഒക്കെയാണ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആരും ഇല്ലാത്തടത്ത് എത്തി നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരിക എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബെസ്റ്റ് ഓപ്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഒരെണ്ണം എല്ലാവരും വാങ്ങിച്ച നല്ലതാണ്. ഇതിനാകെ 130 റുപ്പീസേ വരുന്നുള്ളൂ. നമുക്ക് ഇതിൻ്റെ ഈ ബോക്സിനുള്ളിൽ എന്താണെന്നുള്ളത് നോക്കാം. നമുക്ക് ഈ ബോക്സിനുള്ളിൽ തുറന്നിട്ട് നോക്കാം എത്ര വലുപ്പമുള്ള പെപ്പർ സ്പ്രേയുടെ ബോട്ടിലാണ് ഇതിനുള്ളിലുള്ളതെന്നുള്ള. വളരെ ഹാൻഡി ആയിട്ടുള്ള ഒരു ബോട്ടിലാണിത്. സേഫ് ക്യാപ്പ് ഉണ്ട്. ഇതിന് ഒരു ഹാഫ് കട്ട് ചെയ്തിട്ട് ഇതിനുള്ളിലാണ് വെക്കുക. അപ്പോൾ നോർമലി നമുക്ക് ഇവിടെ അമർത്തി കഴിഞ്ഞാലൊന്നും ഇത് ഓൺ ആവില്ല. സോ സേഫ് ക്യാപ്പ് ഉണ്ട്. ഇവിടെ പെപ്പറിൻ്റെ ഇത് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനും ഉണ്ട്. സോ ഈ ക്യാപ്പ് ഊരേണ്ട ആവശ്യമില്ല. ഈ ക്യാപ്പ് ഇങ്ങനെ തന്നെ വെച്ച് നമുക്ക് ഇവിടെ ഫിംഗർ കൊണ്ട് നമുക്ക് അടിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഒരെണ്ണം സേഫ് ആയിട്ട് ഒരു പെന്ന് പോലെയാണ് നമുക്ക് എടുത്തു വെക്കാൻ. കാറിൽ എവിടെയാണെങ്കിലും വാട്ടർ ബോട്ടിലിൻ്റെ അവിടെ സൈഡിൽ വെക്കാൻ വളരെ തിന്നായിട്ടുള്ളൊരു ഇതാണ്. ഇതിൽ പറഞ്ഞുള്ളത് 20 ടൈംസ് എത്ര കണ്ടാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുക എന്നാണ് ഇതിൽ പറഞ്ഞ പോലെയാണ് എനിക്കൊരു ഓർമ്മ. എനിക്കറിയില്ല. എങ്കിലും വളരെ ചെറുതായിട്ടുള്ളൊരു ബോർഡാണ്. 130 റുപ്പീസുള്ള ആമസോണിൽ ഞാൻ വാങ്ങിച്ചത്. ഇത് യൂസ്ഫുൾ ആയിരിക്കും നമ്മൾ അങ്ങനെ ലോങ് ട്രിപ്സോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ക്യാമ്പിങ് ചെയ്യുന്നവർ അങ്ങനെയൊക്കെ ആണെങ്കിൽ. ഈവൻ ഫോറസ്റ്റിലൊക്കെ ക്യാമ്പിങ് ചെയ്യാൻ എനിക്കറിയില്ല ഇന്ത്യയിൽ എല്ലായിടത്തും അലൗഡ് ആണോ എന്നുള്ളതൊക്കെ. പക്ഷെ ഇത് ഈവൻ നമ്മൾ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യാൻ, ഇപ്പോൾ ഈവൻ എന്തെങ്കിലും എനിമൽസ് അറ്റാക്ക് ചെയ്യാൻ വന്നാൽ പോലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അവർക്ക് കണ്ണെരിഞ്ഞിട്ട് കുറച്ച് നേരം വട്ടം കറങ്ങുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവർക്ക് വേറെ ഹാംഫുൾ ആയിട്ടൊന്നും ഉണ്ടാവാനും പോണില്ല. സോ ഇതൊരു നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് റെഡ് കോപ്പിൻ്റെ ഒരു പെപ്പർ സ്പ്രേ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരെണ്ണം നിങ്ങളെല്ലാവരും ഒന്ന് വാങ്ങിച്ച് വെച്ചേക്ക്. ഇനി ഞാൻ പറഞ്ഞത് കാരണം വാങ്ങിച്ച് വെച്ചിട്ട് ഇത് യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എൻ്റെ മേത്തേക്ക് വരരുത്. യൂസ് ചെയ്യുന്നവർ അതിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് യൂസ് ചെയ്യുക. അതിൻ്റേതായ ഒരു എന്താണ് ഒരു പ്രൊട്ടക്ഷനും നിങ്ങളുടെ മേത്ത് ആവാതെ നിങ്ങളുടെ കണ്ണിലേക്ക് ആവാതെയും രീതിയിലും ഇത് ഇങ്ങനെയൊക്കെ വെച്ച് നിങ്ങളുടെ കണ്ണിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അപ്പോൾ അതൊന്നും ഇല്ലാത്ത രീതിയിൽ സേഫായിട്ട് യൂസ് ചെയ്യുക. റെഡ് കോപ്പ് പെപ്പർ സ്പ്രേ ഒരു ഇന്ത്യൻ നിർമ്മിത പ്രൊഡക്റ്റാണ്. പിന്നെ ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ വളരെ കോസ്റ്റ് കുറഞ്ഞൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. നമുക്ക് ആകെ 130 റുപ്പീസാണ് ആമസോണിൽ വന്നിട്ടുള്ളൂ. ഇത് യൂസ് ചെയ്യുന്നവരുടെ എല്ലാവരുടെയും ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. സോ ഇത് യൂസ് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യണം. പ്രത്യേകിച്ച് പറയാനുള്ളത് കുട്ടികളുടെ കയ്യിൽ കൊടുക്കാനോ അല്ലെങ്കിൽ കുട്ടികളുടെ കണ്ണിലേക്ക് അടിക്കാനോ ഒരിക്കലും പാടുള്ളതല്ല. കാരണം ഇത് ഭയങ്കരമായിട്ട് പെയിൻഫുള്ളായിട്ടുള്ളൊരു സ്പ്രേ തന്നെയാണിത്. എല്ലാവരും സേഫായും ഹെൽത്തി ആയിട്ടിരിക്കുക.
വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബും ഷെയറും ലൈക്കൊക്കെ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.